എന്തൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? ചർച്ചയുടെ പ്രസക്തി ഇല്ലല്ലോ. ഓൾറെഡി ലെറ്റർ കൊടുക്കാൻ പറഞ്ഞു, ലെറ്റർ കൊടുത്തു. അതിനുശേഷം UDF ലീഡർഷിപ്പ് മീറ്റിംഗ് നടന്നിട്ടില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ മലയോര ജാഥയിലാണ്. 5-ാം തീയതിയാണ് ജാഥ അവസാനിക്കുന്നത്. അതിനുശേഷം ഒരു ഡേറ്റിൽ UDF യോഗം ചേരുമായിരിക്കാം, അതിൽ ചർച്ച ചെയ്യാം. 1-2 യോഗങ്ങൾ കഴിയണമായിരിക്കും. തീരുമാനം വരും എന്നാണ് പ്രതീക്ഷയിലാണ് ഞങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തന്നെ ആയിരിക്കും മത്സരിക്കുന്നത്? അങ്ങനെ ആവാനാണ് സാധ്യത. ഈ പുതിയൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്, അതായത് സംസ്ഥാനത്ത് ടോള് പിരിക്കാനായിട്ട് നിർദ്ദേശം. അതിപ്പോൾ ഇന്നലെ ട്രിവാൻഡ്രത്തെ വെച്ച് ഞങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്തെ നേതൃസംഘം ഉണ്ടായിരുന്നു, അവിടെ പത്രപ്രതിനിധികളുണ്ടായിരുന്നു. സംസ്ഥാനത്ത് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി 3 വാക്കുകളിൽ നമ്മൾ ചുരുക്കുകയാണെങ്കിൽ 1 സ്വജനപക്ഷപാതമാണ്, 2 അഴിമതിയാണ്, 3 പിടിച്ചുപറിയാണ്. ഈ സ്വജനപക്ഷപാതവും അഴിമതിയും കേരളത്തിലെ ജനങ്ങൾക്ക് പരിപൂർണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു. അഴിമതിയുടെ ഏറ്റവും അവസാനത്തെ തെളിവായി നിൽക്കുന്നത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിലെ ബ്രൂവറി പാറ പഞ്ചായത്തിൽ തുടങ്ങാൻ പോകുന്ന മദ്യനിർമ്മാണശാല ശക്തമായ എതിർപ്പ് കേരളത്തിലെ ജനങ്ങളിൽ നിന്നുണ്ട്. കേരളത്തിലെ ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾ RJD അവർ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. CPI അവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ജനങ്ങൾ ഒന്നടങ്കം അതിനെ എതിർക്കുകയാണ്. ഇതൊക്കെ നടന്നാലും ഘടകകക്ഷികൾ എതിർത്താലും ഒരു ഗവൺമെൻറ്റിനുണ്ടായിരുന്ന അല്ലെങ്കിൽ മുന്നണിക്കുണ്ടായിരുന്ന അവരുടെ മദ്യനയം ഇടതുപക്ഷത്തിൽ ചർച്ച ചെയ്തില്ല എന്നാണ് ഘടകകക്ഷികൾ പറയുന്നത്. NCP അവർ ശക്തമായി എതിർക്കുകയാണ്. അവരുടെ മന്ത്രിയെ തീരുമാനിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അഴിമതി നടത്തുക, കത്തുന്ന പെരക്ക് ഊരുന്ന കഴുക്കോല് ലാഭമെന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞതുപോലെ ഭരണം അവസാനിച്ചു പോവുകയാണ്. പശ്ചിമ ബംഗാളിൽ എന്താണോ സംഭവിച്ചത് അത് അതിൻ്റെ മറ്റൊരു രീതിയിലേക്ക് കേരളത്തിലെ CPM-ഉം ഇടതുപക്ഷവും നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. 3ാമത്തെ വിഷയമാണ് ഞാൻ ഈ പറഞ്ഞത്. അഴിമതി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇനി എന്താ, പിടിച്ചു പറിക്കാൻ നോക്കുക. ജനങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നമുക്കറിയാം. ഈ നിൽക്കുന്ന ഞാനും നിങ്ങളുമടക്കമുള്ള പത്രക്കാരടക്കമുള്ള നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ആ ശമ്പളത്തിൽ കുറവ് വന്നുകൊണ്ടല്ല, ഇവിടെ ജീവിത ചെലവ് വർദ്ധിക്കുകയാണ്. വിലക്കയറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധം അതിശക്തമായി ഓരോ ദിവസവും രാവിലെ ഒരു വില, ഉച്ചക്കൊരു വില, വൈകുന്നേരം ഒരു വില. ഒരു സാധാരണക്കാരായ മനുഷ്യന് അവരെ കുടുംബജീവിതത്തിന് അവർക്കൊരു സാമ്പത്തിക ചട്ടക്കൂടുണ്ടാകും. എത്രയാണ് വരുമാനം, ആ വരുമാനത്തിൽ എത്രയാണ് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത്, കറണ്ട് ബില്ല് എത്രയാണ്, കുട്ടികളുടെ പഠനാവശ്യം എത്രയാണ്, ഒരു എമർജൻസി വന്നാൽ ആശുപത്രിയിൽ പോകാനുള്ള പണം, ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ചെറിയ വരുമാനക്കാരാണ് കേരളത്തിലെ 70-80% ആളുകൾ. അവരുടെ ജീവിതം പരിപൂർണമായും ദുസ്സഹമാണ്. വിലക്കയറ്റം കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു ഇരുചക്ര വാഹനമുള്ളവൻ പുറത്തിറങ്ങിയാൽ പോക്കറ്റടിക്കാൻ തീരുമാനിച്ച മന്ത്രിസഭാ തീരുമാനമാണ് കിഫ്ബി വഴി ഉണ്ടാക്കിയ റോഡുകൾ, പാലങ്ങൾക്ക് ടോൾ പിരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ടോളിന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ളവർ ടോൾ ഏർപ്പെടുത്തിയപ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയും അതിന് സമരം ചെയ്യുകയും അക്രമ സമരങ്ങളിലേക്ക് വരെ പോവുകയും ചെയ്ത ഒരു പാർട്ടിയും അതിൻ്റെ മുന്നണിയും ഈ ജനങ്ങളെ കൊള്ളയടിക്കാൻ ഇനി ടോൾ പിരിക്കാൻ പോവുകയാണ്. ആലപ്പുഴ അങ്ങാടിക്ക് ചുറ്റും, ഈ മുനിസിപ്പാലിറ്റിക്ക് ചുറ്റും നിങ്ങൾ നടന്നാൽ എത്രയോ റോഡുകൾ കിഫ്ബി വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനൊക്കെ നികുതി ചുമത്താൻ തുടങ്ങിയാൽ വൈകുന്നേരമാകുമ്പോഴേക്കും 2 കാലിച്ചായ കുടിക്കാൻ പോക്കറ്റിൽ വെച്ച 100 രൂപ ഈ സർക്കാരിൻ്റെ പിച്ചച്ചട്ടിയിലേക്ക് നമ്മൾ വലിച്ചെറിഞ്ഞ് കൊടുക്കേണ്ട ഗതികളിലേക്ക് കേരളം പോവുകയാണ്. മാത്രമല്ല, പത്രക്കാരായ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്, ഈ കിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് ഉണ്ടാക്കുമ്പോൾ സർക്കാരിൻ്റെ നയം എന്തായിരുന്നു നിയമസഭയിൽ പറഞ്ഞിരുന്നത്? ഇത് നാടിൻ്റെ പൊതുവായ വികസനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ പണം കിട്ടാത്തതുകൊണ്ട് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് വിവിധ ബാങ്കുകളിൽ നിന്ന്, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ച് അത് വെച്ച് കേരളത്തിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതായിരുന്നു ഞാനടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഇവിടെ കുറേ ഡെവലപ്മെൻറ്റ്സ് നടന്നത്. ഇതിന് തിരിച്ചടവായി ബാങ്കുകൾക്ക് അന്നേ സർക്കാർ കൊടുത്തിരിക്കുന്ന ഉറപ്പെന്താണ്? നമുക്കറിയാം, ഇവിടെ വരുന്ന പെട്രോളിയത്തിൽ നമ്മൾ സെസ് ചുമത്തുന്നുണ്ട്. നമ്മളടിക്കുന്ന പെട്രോളിൽ ഏകദേശം 1 രൂപയിലധികം കിഫ്ബിയുടെ തിരിച്ചടവിന് വേണ്ടി ഞാനും നിങ്ങൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് രാവിലെ പെട്രോൾ അടിച്ച് ഈ പത്രസമ്മേളനത്തിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇന്ന് രാവിലെ തന്നെ നിങ്ങൾ കിഫ്ബിയിലേക്ക് പണമടച്ചിട്ടുണ്ട്. അതിന് പുറമെ GST-യിൽ നിന്ന്
സർചാർജ് ഈടാക്കുന്നുണ്ട്. ഇത് രണ്ടും വെച്ചുകൊണ്ട് കിഫ്ബിയുടെ അടവ് സുന്ദരമായി നടന്നു പോകുന്നുണ്ട്. അതിലേക്കാണ് ഇനി അവർ നടത്തിയ ഡെവലപ്മെന്റ്സിന് പണം പിരിക്കുമെന്ന് പറയുന്നത്. നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കെട്ടിടങ്ങൾക്ക് കുട്ടികൾ ഇതിൻ്റെ തിരിച്ചടവിലേക്ക് പൈസ തരണമെന്ന് ഈ മന്ത്രിസഭ തീരുമാനമെടുക്കില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പം എല്ലാ നിലക്കും മനുഷ്യരെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും സ്വജനപക്ഷപാതം നടത്തുകയും കേരളത്തിലാകമാനം അഴിമതിക്ക് വഴി തുറന്നു വിടുകയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ജ്വൽപ്പടിക്ക് നിന്നുകൊണ്ട് ഭരണാധികാരികൾ മന്ത്രിസഭയിൽ നടക്കുന്ന തീരുമാനങ്ങൾ പോലും മന്ത്രിമാർ പോലും അറിയാത്ത അവസ്ഥയാണ്. ഇപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഈ തീരുമാനം എനിക്ക് വ്യക്തിപരമായി സൗഹൃദമുള്ള ഒന്ന് രണ്ട് മന്ത്രിമാരെ ഇങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ അവർ അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു എന്നാണ്. അപ്പം മന്ത്രിസഭാ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാറി. മന്ത്രിസഭയിൽ ഒരു ചർച്ചയില്ല, ജനങ്ങളുമായി സംവദിക്കേണ്ട വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ പറയുന്നില്ല, എല്ലാം വളഞ്ഞ വഴിയിലൂടെ. ഇപ്പോൾ നമുക്കറിയാം, വനഭേദഗതി നിയമ ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ചത് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാതെയാണ്, പത്രങ്ങളിൽ പരസ്യം നൽകാതെയാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള 140 MLA-മാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒഴികെ 139 MLA-മാർക്കും അതിൻ്റെ കരട് നൽകിയിട്ടില്ല. ഞങ്ങൾക്കാർക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാം ഒളിച്ചു കടത്തുക, സർക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് കണക്കാക്കുന്ന കാര്യങ്ങൾ മാത്രം ഒരു ഏകാധിപതിയിലേക്ക് കേരളത്തിൻ്റെ ഭരണം മുഴുവൻ മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ജനദ്രോഹകരമായ അവസാനത്തെ തീരുമാനമാണ് കേരളത്തിലെ 261 റോഡാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. 100 ചില്ലാനം പാലമാണ്. ഈ അങ്ങാടിയിൽ നിന്ന് ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ പുറത്തേക്ക് നിങ്ങൾക്ക് കിടക്കണമെങ്കിൽ, വീട്ടിൽ നിന്ന് നിങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവിടണമെങ്കിൽ ആ വണ്ടിക്ക് ടോൾ കൊടുക്കേണ്ട അവസ്ഥ കേരളത്തിലുണ്ടാകുമ്പോൾ, മറ്റ് കേരളത്തിലെ 3-4 റോഡുകൾക്ക് മാത്രമാണ് ടോൾ ഉണ്ടായിരുന്നത്. എല്ലാ പാലങ്ങൾക്കും ടോൾ വരാൻ പോവുകയാണ്. കൊട്ടിഘോഷിക്കപ്പെട്ട് വലിയ വികസനം എന്ന് പറഞ്ഞ് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് നടത്തിയ എല്ലാ കാര്യങ്ങളും അതിൻ്റെ പണം കൂടി ജനങ്ങളുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റാനുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രമമാണ്. ഇതിന് അതിശക്തമായി. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് കൊടുത്തിരുന്ന സ്കോളർഷിപ്പ് നിർത്തലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, സ്കോളർഷിപ്പ് കൊടുക്കാൻ പൈസയില്ല. സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന OBC അടക്കമുള്ള ന്യൂനപക്ഷങ്ങളടക്കമുള്ള വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ട് കാലാകാലങ്ങളായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കിയിരിക്കുന്നു 3/4 ഭാഗം. കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സാമുദായിക സംഘടനകൾ, പ്രതിപക്ഷ പൊളിറ്റിക്കൽ പാർട്ടീസ് ശക്തമായി എതിർത്തിട്ടും അതിനെ രണ്ടാമത് നൽകാമെന്നുള്ള ഒരു മാന്യമായ മറുപടി പോലും പറയുന്നില്ല. വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി എന്താ? ആശുപത്രികൾ, ഇവിടുത്തെ ജില്ലാ ആശുപത്രിയും മെഡിക്കൽ കോളേജുകളൊക്കെ നിങ്ങളെങ്ങനെ പോയി നോക്കിയാൽ മതി. ഒരൊറ്റ സ്കാനിങ് മെഷീൻ കേരളത്തിലെ ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ പോയി നോക്കണം. ഈ MRI 3000, 4000, 5000 രൂപ കൊടുത്ത് ഈ കോടികൾ മുടക്കിയ മെഷീനുകൾ ആശുപത്രിയുടെ അകത്തുണ്ടായിട്ടും ഒന്നും പ്രവർത്തിക്കുന്നില്ല. 2 ദിവസം പ്രവർത്തിക്കും, 10 ദിവസം പ്രവർത്തിക്കും, 2 ദിവസം പ്രവർത്തിക്കും, 10 ദിവസം പ്രവർത്തിക്കില്ല. ആരാണ് ഇത് ഓഫാക്കുന്നത്? ആരാണ് ഈ മെഷീൻ്റെ ഫ്യൂസ് വലിച്ചു വിടുന്നത്? വലിയ മാഫിയ സംഘങ്ങൾ സർക്കാർ ആശുപത്രികൾ കീഴടക്കിയിരിക്കുകയാണ്. സർക്കാർ ആശുപത്രികളുടെ മുന്നിൽ ഈ പറയുന്നത് പോലെ സ്കാനിങ് സെൻ്ററുകളും മെഡിക്കൽ ലാബുകളും മുളച്ചു പൊങ്ങുകയാണ്. ഈ ഒരു അവസ്ഥ കേരളത്തിലുണ്ടായിട്ടില്ല. പാരാസെറ്റാമോൾ പോലും ഇല്ലാത്ത ആശുപത്രികൾ, PHCകൾ നാട്ടിൽ മുഴുവനാകുകയാണ്. ഒരു നിവൃത്തിയില്ലാതെ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ഇൻഷുറൻസുമായി കടന്നു പോയിരുന്ന ഇടത്തരക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യർ എല്ലാ ഇൻഷുറൻസും എല്ലാ ആശുപത്രികളും നിർത്തി. എന്താ കാരണം? ഇതിന് സർക്കാർ നൽകേണ്ട വിഹിതം, രോഗി നൽകേണ്ട വിഹിതമുണ്ട്, അത് രോഗി നൽകുന്നുണ്ട്. പക്ഷേ സർക്കാർ നൽകേണ്ട വിഹിതം കൊടുക്കുന്നില്ല. മരുന്ന് കമ്പനികൾ മരുന്ന് സർക്കാരിന് കൊടുക്കുന്നില്ല. മറ്റുള്ള കമ്പനികൾ അതിനാവശ്യമായ ആശുപത്രി ഉപകരണങ്ങൾ കൊടുക്കുന്നില്ല. എന്താ കാരണം? അവർക്ക് പണം കൊടുക്കുന്നില്ല. എവിടെ നോക്കിയാലും അഴിമതിയാണ്. ഇപ്പോൾ കൊറോണ സമയത്ത് പോലും നടത്തിയ അഴിമതി CNG ഇവിടെ പുറത്തു വിട്ടിരിക്കുകയാണ്. 10 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനങ്ങൾ, ഗ്ലൗസ് അടക്കം 100 രൂപക്കും 150 രൂപക്കും വാങ്ങി എന്ന് പറയുന്ന കണക്കെഴുതി വെച്ചിരിക്കുന്നു കേരളത്തിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജനങ്ങളെ സഹായിക്കാൻ എന്ന് പറയുന്ന സർക്കാരിൻ്റെ സകലമാന സർവീസ് മേഖലകൾ പരിപൂർണമായിട്ടും അഴിമതിക്ക് വിധേയമായി ജനങ്ങൾക്ക് കയറി ചെല്ലാൻ കഴിയാത്ത വിധം ജനങ്ങളെ ദുസ്സഹമാക്കുന്ന ഭരണമാണ്. ഈ ഭരണം അവസാനിപ്പിക്കാൻ ഈ തീരുമാനങ്ങൾ, സർക്കാർ എടുക്കുന്ന തീരുമാനം, അതിനെതിരെയുള്ള പോരാട്ടം കേരളത്തിലെ ജനങ്ങളെ
ഒരുമിച്ച് നിർത്തി നീതിക്ക് വേണ്ടി പോരാട്ടം ഞങ്ങൾ തുടരും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തൃണമൂൽ കോൺഗ്രസിൻ്റെ കമ്മിറ്റികൾ ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളൊപ്പം നിർത്തി ഈ വിഷയങ്ങൾ, സർക്കാരിൻ്റെ അഴിമതി, ഞാൻ കൊടുത്ത പരാതികൾ, ഇന്നും അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. വിജിലൻസ് ഇപ്പോഴും റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ വിജിലൻസ് ഡയറക്ടർ അത് മടക്കി. കൃത്യമായി ADGP അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ ഭൂസ്വത്തുക്കൾ വാങ്ങിയ രേഖയടക്കം, അതിൽ നടത്തിയ അഴിമതിയടക്കം, അതിലുപയോഗിച്ച കള്ളപ്പണമടക്കം, അതിനുവേണ്ടി വാങ്ങിയ കള്ളപ്പണത്തിൻ്റെ കണക്കനുസരിച്ച് കൃത്യമായി വിജിലൻസിന് പരാതി കൊടുത്തിട്ട് അതൊക്കെ മായ്ച്ചുകൊണ്ടായിരുന്നു വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തത്. നിങ്ങൾ കണ്ടതാണ് 3 ആഴ്ച മുമ്പ്. വിജിലൻസ് ഡയറക്ടർക്ക് അത് മടക്കേണ്ടി വന്നു. കാരണം വിജിലൻസ് ഡയറക്ടർ കോടതിയിൽ പോകുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത്. കൃത്യമായ തെളിവാണ് കൊടുത്തത്. അപ്പോൾ എല്ലാ മേഖലയും, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇവിടുത്തെ മയക്കുമരുന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം കേസുകളാണ് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ജനുവരി വന്നതിന് ശേഷം 2025 പത്രക്കാരായ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. മകൻ അമ്മയെ തല്ലിക്കൊന്നു, അച്ഛനെ കൊല്ലുന്നു, മക്കളെ തീയിട്ട് കൊല്ലുന്നു, പ്രായം ചെന്ന അച്ഛനെയും അപ്പനെയും വീട് നീ കൊടുത്ത് കൊല്ലുന്നു, ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. പെൺകുട്ടികളടക്കം 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികളടക്കം ഈ പറയുന്ന മയക്കുമരുന്നിന് അടിമകളായി അതിൻ്റെ കച്ചവടക്കാരായി മാറിയ ഒരു കേരളം ചരിത്രത്തിലുണ്ടായിട്ടില്ല. പത്രം രാവിലെ എടുത്തു നോക്കാൻ പേടിയാണ്, രാത്രി വാർത്തകൾ കേൾക്കാൻ പേടിയാണ്. കൊലപാതകങ്ങളുടെ പരമ്പരകൾ നടക്കുകയാണ്. പോലീസിന് യാതൊരു ആക്ഷനുമില്ല. ഇവിടെ പറയുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ മഷീട്ട് തെരഞ്ഞാൽ കേരളത്തിൽ കാണാൻ. മയക്കുമരുന്ന് സംഘങ്ങളുടെ കരാളഹസ്തങ്ങളിലേക്ക് കേരളത്തിൻ്റെ തെരുവോരങ്ങൾ, ഗ്രാമങ്ങൾ, നഗരങ്ങൾ പരിപൂർണമായും ആ ഗുണ്ടാ സംഘത്തിൻ്റെ, മാഫിയ സംഘത്തിൻ്റെ കീഴിലായിട്ടുള്ള ഒരു ചരിത്രം കേരളത്തിൻ്റെ ഈ 10-70 കൊല്ലത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ 957 ശേഷം ഇത്രമാത്രം എന്താ പറയുക, ഈ പറയുന്ന വിഷയങ്ങൾ, ഈ പറയുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഡെയിലി പോക്സോ കേസുകളാണ്. ഡെയിലി ആളുകൾ ശിക്ഷിക്കപ്പെടുകയാണ്. ഇതാണ് കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്ന ഈ കേരളത്തെ ഈ പറയുന്ന ക്രിമിനലുകളുടെയും കള്ളക്കച്ചവടക്കാരുടെയും മദ്യക്കച്ചവടക്കാരുടെയും മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും കരാള ഹസ്തങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. പോലീസും ഗവൺമെൻറ്റും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഈ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ ഭാഗമായി മാറുന്നു. ഈ സ്ഥിതിവിശേഷം കേരളത്തിലെ അമ്മമാർ കാണുന്നുണ്ട്. സ്വന്തം മക്കളെ പേടിച്ച് വീടിൻ്റെ ബെഡ്റൂമിന് എക്സ്ട്രാ കുറ്റി വെച്ച് കിടക്കേണ്ട ഗതികേടിലാണ് അമ്മമാർ. സ്വന്തം സഹോദരിമാരെ, പെങ്ങളെ ബലാത്സംഗം ചെയ്യുന്നു, അമ്മമാർ ബലാത്സംഗം ചെയ്യപ്പെടുന്ന മക്കളാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ല. ഇവിടെയാണ് കേരളത്തിലെ ഏറ്റവും നന്മയുള്ള ഗവൺമെൻറ് എന്ന് പറഞ്ഞ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെയുള്ള പ്രതിരോധം, പ്രതിഷേധം കേരളത്തിൽ ആകമാനമുണ്ടാകും. അതിന് സാമൂഹികമായിട്ട് നേതൃത്വം നൽകുന്ന ഒരു നിലപാടുമായിട്ട് TMC മുന്നോട്ട് പോകും. താങ്ക് യു.